ഹായ് വെൽക്കം ബാക്ക് ടു ലോൺലിയിൽ നിന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്ന എൻ്റെ ഓണം എക്സാം റിസൾട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ എൻ്റെ ക്രിസ്മസ് എക്സാം റിസൾട്ട് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് റിസൾട്ടിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് നമുക്കറിയാമല്ലോ, +1 ഗവൺമെൻറ് അല്ല കണ്ടക്ട് ചെയ്യുക എക്സാംസ്, സ്കൂൾസാണ്. അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർ താല്പര്യമുണ്ടെങ്കിൽ കണ്ടക്ട് ചെയ്യും. പല സ്കൂൾസും ചെയ്യാറില്ല. ചില സ്കൂളൊക്കെ ഓണം എക്സാം ഇട്ടില്ല, അതിൻ്റെ പകരം അവർ മിഡ് ടേം പോലെ പിന്നീട് എപ്പോഴാണ് സെപ്റ്റംബർ കഴിഞ്ഞിട്ട് അങ്ങനെ ആണ് എടുത്തത്. നമുക്ക് ഓണത്തിൻ്റെ സമയം തന്നെ എടുത്തു, സ്കൂൾ കൂടുന്നതിൻ്റെ മുന്നേ. പിന്നെ ചിലവർ ക്ലാസ് ടെസ്റ്റ് പോലെയൊക്കെയാണ് ചെയ്യുക. ഞങ്ങൾക്ക് ശരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ പോലെ അച്ചടിച്ചു. കെമിസ്ട്രി ഒഴികെ, കെമിസ്ട്രിക്ക് പേപ്പർ ഉണ്ടായില്ല, ബാക്കിയെല്ലാം ഇങ്ങനെ പ്രിൻറ്റ് ചെയ്തു പേപ്പേഴ്സ്. അപ്പോൾ നമുക്ക് റിസൾട്ടിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഓർഡർ വൈസ് ഒന്നുമല്ല, റാൻഡമായിട്ടാണ് പിക്ക് ചെയ്യണത്. അപ്പോൾ എൻ്റെ ആദ്യം ഞാൻ മാത്സാണ് എടുത്തിരിക്കുന്നത്. മാത്സ് എനിക്ക് ഫുള്ളാണ്. ഇവിടെ 29.5 എന്ന് കാണാം, ഇവിടെ ഹാഫ് മിനിറ്റ്. അപ്പോൾ 30 ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. 30 തന്നെയാണ് കേട്ടോ മാർക്സ്, 30/30, 30 അപ്പോൾ അര മാർക്ക് കുറച്ച് ടീച്ചർക്ക് അറിയാതെ മിസ്റ്റേക്ക് വന്നതാണ്. എവിടെയോ കറക്റ്റ് രീതിയിൽ അവിടെ ആൻസർ ശരിയായിരുന്നു, പക്ഷേ ടീച്ചർ അവിടെ വിട്ടിട്ടു. അപ്പോൾ അതിൻ്റെ റെഡിയാക്കി തന്നു. വെട്ടിട്ടതല്ല, ഞാൻ എന്തൊക്കെയോ വേണ്ടാത്തതൊക്കെ എഴുതി വെച്ചിട്ട് ടീച്ചർ അത് വെട്ടിട്ടതാണ്. അപ്പോൾ ഞാൻ ടീച്ചർ ചോദിച്ചു, അത് ഞാൻ ഇങ്ങനെ കറക്റ്റാണ് എഴുതിയത്. അപ്പോൾ ടീച്ചർ ഇട്ട് തന്നു. പിന്നെ അടുത്തത് ഹിന്ദിയാണ്. ഹിന്ദി 40ലാണ് മാർക്സ് ഇട്ടിട്ടുള്ളത് ടീച്ചർ. 40ൽ എനിക്ക് 38.5, 39 ഉണ്ട്. നമ്മൾ ഇങ്ങനെ എൻട്രി ചെയ്യാൻ മാത്രം ഇവിടെ ഇപ്പോൾ പ്രോഗ്രസ് കാർഡ് ഇനി ഓണം എക്സാമിൽ എടുക്കുമെന്ന് എനിക്കറിയില്ല, എടുക്കുന്നുണ്ടാവില്ല. ക്രിസ്മസ് എക്സാം മുതലാണ് ഇടാറ്. അപ്പോൾ എന്തായാലും ടീച്ചറുടെ ബുക്ക് ഉണ്ടാവില്ല, അപ്പോൾ അതിലിങ്ങനെയാണ് എൻട്രി ചെയ്യാറ്. പിന്നെ അടുത്തത് ബോട്ടണിയാണ്. ബോട്ടണിയിൽ എനിക്ക് 15ൽ 15 ഉണ്ട്. ആദ്യം 13 എന്നാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇവിടെ, പിന്നെ അത് 15 ആക്കി. അത് ടീച്ചർ ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ചേഞ്ച് ഉണ്ടായിരുന്നു, അത് പ്രിൻ്റ് ചെയ്ത മിസ്റ്റേക്ക് ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ വന്ന് പറഞ്ഞില്ല. ടീച്ചർ ഞങ്ങളുടെ ക്ലാസ് ഏറ്റവും താഴെയായിരുന്നു, ബാക്കി എല്ലാ ക്ലാസ്സും മുകളിലായിരുന്നു എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർ ഞങ്ങളുടെയൊക്കെ വരാൻ മറന്നു. അപ്പോൾ ടീച്ചർ അതിൻ്റെ മാർക്ക് ഇട്ട് തന്നു. പിന്നെ ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ വീട്ടിൽ വന്ന് കരഞ്ഞു. എന്താ വെച്ചാൽ, ഞാൻ ഡ്രാഫ്റ്റ് ഇമെയിലിനാണ് പറഞ്ഞാൽ നമ്മൾ ഒരാളെ ഇൻവൈറ്റ് ചെയ്യുക, നമ്മുടെ സ്കൂൾ ഇനോഗ്രേഷൻ അങ്ങനത്തെ ഉണ്ടാവുമല്ലോ. അപ്പോൾ സാധാരണ അതിൻ്റെ നോട്ടീസെല്ലാം വരാറ്. അപ്പോൾ ഇന്ന ദിവസമാണ് അത് അറിയിക്കുന്ന പോലെ അങ്ങനെ എന്തുകൊണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കണ്ടപ്പോൾ നമ്മൾ ഈ 10th വരെ എഴുതിയതിൻ്റെ നോട്ടീസിനാണ് നമ്മൾ അങ്ങനത്തെ ചെയ്യാറ്. ഇമെയിലിനൊക്കെ വലിയ കാര്യത്തിൽ അണ്ടർലൈൻ ഇതുവരെ വെച്ചിട്ടുണ്ട് ഞാൻ. എന്നിട്ട് അവസാനം എഴുതിയത് നോട്ടീസാണ്. അപ്പോൾ എനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്നിട്ട് അവിടെ അണ്ടർലൈൻ വരെ ചെയ്തു. എന്നിട്ട് ഞാൻ പൊട്ടത്തരം കാണിച്ചു വെച്ചിട്ട് അങ്ങനത്തെ ഒരു സങ്കടം കാരണം ഞാൻ വന്ന് കരഞ്ഞു. പിന്നെ ഓക്കെ, നമ്മൾ എല്ലാം പ്രശ്നം നമ്മൾ വിചാരിച്ച പോലെ നടക്കില്ലല്ലോ. അപ്പോൾ എനിക്ക് കെമിസ്ട്രി ആണ്. ഇംഗ്ലീഷിൽ 40ലാണ് മാർക്ക്, 40ൽ 35ആണുള്ളത്, 35/40. അപ്പോൾ ആ മാർക്ക് പോയത് മറ്റേതിനാണ്, വേറെ ഒന്നിനും മാർക്ക് പോയിട്ടില്ല, ബാക്കി എല്ലാത്തിനും ഫുള്ള് കിട്ടിയിട്ടുണ്ട്. ഇമെയിലിൻ്റെ ഇതിന് മാർക്ക് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് അങ്ങനെ. പിന്നെ കെമിസ്ട്രിയാണ് എനിക്ക് എന്താ പറയുക ആൻസേഴ്സ് തെറ്റിച്ച് ശരിക്കും. മറ്റേത് എനിക്ക് ഇംഗ്ലീഷ് ഇപ്പോൾ പറയുമ്പോൾ എനിക്ക് ആൻസർ അറിയായിരുന്നു, പക്ഷേ ആ ഒരു പൊട്ടത്തരം കാണിച്ച് വെച്ചതാണ് ശരിക്ക് ശ്രദ്ധക്കുറവ് കാരണമുണ്ട്. കെമിസ്ട്രി ഞാൻ എല്ലാം അറ്റംപ്റ്റ് ചെയ്തു, എന്നിട്ടും എനിക്ക് എന്താ പറയുക മാർക്ക് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കെമിസ്ട്രിയാണ് കുറച്ച് പറഞ്ഞാൽ സാറ്റിസ്ഫൈഡ് അല്ലാത്തത്. മാർക്കിൽ 30ലാണ് മാർക്ക് ഇട്ടിരിക്കുന്നത്. 30ൽ 92.5 ആണ്, 22.5, 73 ആക്കിയിട്ടാണ് ഇടുക. അപ്പോൾ ഞാൻ കുറച്ചുകൂടി പ്രതീക്ഷിച്ചു. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതൊക്കെ ഓരോ ഭാഗവും ടീച്ചർ നന്നായി വായിച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെയല്ലല്ലോ ചോദിച്ചത് പറഞ്ഞ് ഞാൻ എഴുതിയതാണ്, അല്ലാതെ ന്യൂമറിക്കൽസൊക്കെ എൻ്റെ കറക്റ്റാണ്. ന്യൂമറിക്കൽസിനൊന്നുമല്ല മാർക്ക് പോയത്, ഇങ്ങനത്തെ പോയിൻറ്റ്സ് എഴുതുന്നതിനാണ്. അപ്പോൾ അതൊക്കെ ടീച്ചർ എല്ലാം കൃത്യമായിട്ട് വായിച്ചിട്ടുണ്ട്, അതിനാണ് മാർക്ക് പോയത്. അതൊരു ക്വസ്റ്റ്യനാണ്, ആ ഒരു ക്വസ്റ്റ്യനാണ് എല്ലാ മാർക്കും പോയത്. ഒരു ക്വസ്റ്റ്യന് പിന്നെ 2 ക്വസ്റ്റ്യന് അതിനുള്ള മാർക്കൊക്കെ പോയി. അപ്പോൾ ആ 2 എണ്ണം ഇങ്ങനെ ക്ലിയറായിട്ട് നമ്മളിങ്ങനെ എഴുതുന്നതാണ്, അല്ലാതെ ന്യൂമറിക്കലൊന്നുമല്ല. പിന്നെ ഫിസിക്സ് നമുക്ക് ആൻസർ പേപ്പർ കിട്ടി. പിന്നെ ടീച്ചർക്ക് പല റീസൺസ് കാരണം റീടെസ്റ്റ് എടുക്കേണ്ടി വന്നു. അപ്പോൾ ആദ്യം 30ലാണ് ഇട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇപ്പോൾ 15ൻ്റെ പേപ്പറാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ എഴുതിയിട്ടോ എക്സാം, എന്നിട്ട് റീടെസ്റ്റ് വീണ്ടും ചെയ്തു. അപ്പോൾ എനിക്ക് ഫിസിക്സിൽ 13.5 15ലാണ്, ബാക്കിയെല്ലാം 30ലും 40ലൊക്കെയാണ് കണ്ടത്. ഇത് 15ആണ് ഫിസിക്സിൽ 15ൽ 13.5 ആണുള്ളത്, 13.5. അപ്പോൾ 14ആക്കിയിട്ടാണ് ഇടാറ്. ഇത് ഞാൻ എന്താ പറയുക, ഒരു ക്വസ്റ്റ്യൻ അറിയാവുന്നതായിരുന്നു, ഞാൻ അങ്ങനത്തെ ഗൈഡിലൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്, ഞാൻ ചെയ്ത് പഠിച്ചത് കൂടിയാണ്. എന്നിട്ടും ഞാൻ എൻ്റെ വളഞ്ഞ ബുദ്ധി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് നേരെ ചോദിക്കാൻ സാധ്യതയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വളഞ്ഞ് പിടിച്ചതാണ്. അപ്പോൾ അത് തെറ്റി. അത് മാത്രമേ തെറ്റിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം ശരിയാണ്. അപ്പോൾ ഫിസിക്സും ഞാൻ ഹാപ്പിയാണ്.
എന്താ പറയുക, ഞാൻ വല്ലാതെ ചിന്തിച്ച് കൂട്ടിയിട്ടാണ്. പിന്നെ ഫൈനലി സുവോളജി എന്നുള്ളത്. സുവോളജി എനിക്ക് ഫുള്ളാണ് 15 ഔട്ട് ഓഫ് 15. അപ്പോൾ സുവോളജി, ബോട്ടണി, ഫിസിക്സ് ഈ 3 15-ലാണ്. ബാക്കി ഇംഗ്ലീഷും ഹിന്ദിയും 40-ലാണ്. പിന്നെ കെമിസ്ട്രി 30-ലാണ്. അപ്പോൾ ഇങ്ങനെയാണ് മാർക്ക് പോകുന്നത്. അപ്പോൾ സുവോളജി ഞാൻ പ്രതീക്ഷിച്ചു. കെമിസ്ട്രിയാണ് എനിക്കിപ്പോൾ ഓവറോൾ ഒരു എന്താ പറയുക സാറ്റിസ്ഫൈഡ് അല്ലാത്തത്. ഇംഗ്ലീഷ് ശ്രദ്ധ കുറവാണ്, ഞാൻ അടുത്ത പ്രാവശ്യം നോക്കുന്നതായിരിക്കും. ബാക്കി കെമിസ്ട്രിയാണ് ഇപ്പോൾ എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്തത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ കുറയുമെന്ന്. എന്നാലും അടുത്ത പ്രാവശ്യം റെഡിയാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.